നമസ്കാരം പ്രിയ ഭക്തരെ, ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് ശിവന്റെ മഹത്വങ്ങളാണ്. ഒന്നാമത്തേത് അനന്തതയുടെ പ്രതീകം. ശിവനും ആദിയും അനന്തവുമില്ലാത്തത്, അതായത് സമയം പോലും അവനിൽ ലയിക്കുന്നു. അദ്ദേഹം സൃഷ്ടിയുടെ തുടക്കവും സംഹാരത്തിന്റെ അവസാനവുമാണ്. പാഠം: എല്ലാം മാറ്റങ്ങൾക്കുള്ളിലാണ്, പക്ഷെ ആത്മാവിന്റെ ശാന്തത ശിവത്വമാണ്. രണ്ടാമത്തേത് കാരുണ്യത്തിന്റെ ദൈവം. ശിവൻ വിഷം കുടിച്ച നീലകണ്ഠനായി ലോകത്തെ രക്ഷിച്ചു. അത് അദ്ദേഹത്തിന്റെ അളവറ്റ കാരുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദാഹരണമാണ്. മൂന്നാമത്തേത് നടരാജൻ, സൃഷ്ടിയും സംഹാരവും. ശിവന്റെ താണ്ഡവ നൃത്തം സൃഷ്ടിയുടെ നൃത്തമാണ്. അത് പ്രകൃതിയുടെ ഋതം, ജീവിതത്തിന്റെ ചലനം. ജീവിതം ഒരു നൃത്തമാണ്, സന്തോഷവും ദുഃഖവും അതിന്റെ ഭാഗങ്ങളാണ്. നാലാമത്തേത് സമത്വത്തിന്റെ പ്രതീകം. ശിവൻ ഭിക്ഷക്കാരനെയും രാജാവിനെയും ഒരേപോലെ കാണുന്നു. അദ്ദേഹം കയറ് കെട്ടി കാട്ടിൽ വസിച്ചാലും അദ്ദേഹത്തിന്റെ ഹൃദയം സകല ജീവികളോടും സമത്വം പുലർത്തുന്നു. പാഠം: യഥാർത്ഥ ദൈവത്വം വിനയത്തിലും സമത്വത്തിലും കാണാം.